ഇന്ന് പലപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽപ്പെട്ടതാണ് വിവാഹം. ഇസ്ലാം പഠിപ്പിച്ച വിവാഹം പലരും അറിയാതെ പോയോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വെരി സിമ്പിൾ. ഈ സിമ്പിൾ ഇസ്ലാം മനസ്സിലാകാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന മണ്ടത്തരത്തിന്റെ കോമരങ്ങളായി പുതിയ കാലത്തെ പലരും മാറിപ്പോകുന്നു. ഒരു ദിവസം പാവപ്പെട്ട ഒരു കുടുംബം CA പഠിക്കുന്ന ഒരു മകളെ കൂടെ കൂട്ടിയിട്ട് അവര് വന്നു. അവരൊന്നിച്ചിരുന്നു. നല്ല കുടുംബം, നല്ല ബന്ധമൊക്കെ ഉള്ള നല്ല കുടുംബം. അപ്പോ അവര് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, മകൾ നല്ല മോളാണ്, നല്ല അച്ചടക്കമുള്ള മോളാണ്. പക്ഷേ 22 വയസ്സായിട്ട് ഞങ്ങളെല്ലാരും ബന്ധുക്കളൊക്കെ പറഞ്ഞു, ബന്ധങ്ങൾ പലരും വരുന്നുണ്ട്. ആ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ മോൾ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്കൊരാശങ്ക, മകൾ ഏതെങ്കിലും പ്രണയബന്ധം മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വിവാഹം വേണ്ടെന്ന് ചിന്തിക്കുന്നതാണോ? മകളോട് നിങ്ങളൊന്ന് സംസാരിക്കുമോ? ഞാൻ മകളോട് ചോദിച്ചു, എന്താണ്? അപ്പൊ മകള് പറഞ്ഞു, എനിക്കങ്ങനെ പ്രണയമൊന്നുമില്ല. ഞാൻ മകളോട് ചോദിച്ചു, എന്താണ് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? മകള് പറഞ്ഞു, ഇനി ഒരു 2 വർഷവും കൂടെ എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 2 വർഷവും കൂടെ കഴിഞ്ഞാൽ എന്റെ പഠനം കഴിയും. ഒരു 2 വർഷം ജോലി ചെയ്താൽ എന്റെ പഠനത്തിന്റെ ചെലവും എന്റെ വിവാഹത്തിന്റെ ചെലവും എനിക്ക് കണ്ടെത്താൻ കഴിയും. അന്ന് വിവാഹം ചെയ്യാം. വയസ്സെത്രയാകും? 22+2 24+2 26 വയസ്സാവും. 26 വയസ്സ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നാണ് ചിന്ത. ഓക്കെ, ഞാൻ ചോദിച്ചു 2 കാര്യം. ഒന്ന്, നിനക്ക് ഈ പ്രായത്തിൽ സ്വാഭാവികമായും ജൈവികമായി ബയോളജിക്കലി നിന്റെ ബോഡി റെഡിയാണെങ്കിൽ എതിർലിംഗത്തോട് താല്പര്യം തോന്നേണ്ട അതിന്റെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഏജ് ആണ്. ബോഡിയിലെ നിർമ്മാണ പ്രക്രിയകൾ നടക്കുന്ന ഒരു സമയമാണ് ഈ ഏജ്. ഈ ഏജിൽ ഒരു വിവാഹവും അതുപോലെ ഒരു എതിർലിംഗത്തോടുള്ള താല്പര്യവും വിഷയമൊന്നും ഉണ്ടാകാറില്ലയോ? ഇല്ലെങ്കിൽ അതൊരു ഡിസീസ് കൂടിയാണല്ലോ. മോള് പറഞ്ഞു, താല്പര്യമൊക്കെ ഉണ്ട്, ഞാനത് ഇപ്പോൾ കീപ്പ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. നിനക്കത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ 2ാമത്തെ മേറ്റർ ചോദിച്ചു, മകൾക്ക് വിവാഹം ആവശ്യമുണ്ട്, പക്ഷെ ബ്ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. എന്തുകൊണ്ട്? വിവാഹത്തിന് വലിയ ചിലവുണ്ട്. ആ ചിലവ് ഇപ്പോൾ എന്റെ പിതാവ് ഒരു രോഗിയാണ്. സമ്പത്തൊന്നും സമ്പാദിക്കാൻ ശേഷിയില്ലാത്ത ആളാണ്. ഇപ്പോൾ ഞാൻ വിവാഹത്തിന് തുനിഞ്ഞാൽ എന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് വലിയൊരു ജനസംഖ്യ വരും. അവരെയെല്ലാം വിളിച്ചൊരു വിവാഹ ചടങ്ങ് നടത്തുമ്പോ അതൊരു ഭാരമാണ്. എന്റെ ബാപ്പക്കൊരു ഭാരമാകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇസ്ലാമിലെ വിവാഹത്തിന് ഇങ്ങനൊരു പൊല്ലാപ്പുണ്ടോ? ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാ? ഇവര് 2 ഫാമിലി തമ്മിൽ മാച്ചാകുമോ? എങ്കിലൊരു വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ ഈ പിതാവും പുതിയാപ്ലയും 2 സാക്ഷിയും ആവശ്യമുള്ള വളരെ ചുരുക്കം ചിലരും അവരൊന്നൊന്നിച്ചിരുന്ന് ഈ അങ്കഹത്തുക ബിന്ദി പറഞ്ഞേൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് ജീവിക്കാം. അന്നത്തെ അടുത്ത മണിക്കൂർ വല്ലതുകൾക്ക് ഒന്നിച്ച് ജീവിക്കാം. എന്തിന് ചെലവ്? ഇതറിഞ്ഞുകൂടാത്തതിന്റെ പേരിൽ വിവാഹമെന്ന് പറഞ്ഞാൽ പല പെൺകുട്ടികളും കരുതുന്നത് സ്റ്റേജിൽ കയറി കറക്കലാണ് വിവാഹമെന്ന് കരുതുന്ന, ഞാൻ പറയേണ്ടത് മണ്ടശിരോമണികൾ എന്നാണ്. തൽക്കാലം സദസ്സിന്റെ ബഹുമാനം മാനിച്ച് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. എന്തു പറ്റിപ്പോയി? ആരാണ് ഇവരെ പറ്റിച്ചത്? എവിടെയാണ്, ഏത് ചളിക്കുണ്ടിലാണ് ഇവർ വഴുതി വീണത്? ഉണരണ്ടേ? ഇസ്ലാം എത്ര സിമ്പിളാണ്, എത്ര പ്രാക്ടിക്കലാണ്.